ഹായ് ഹലോ എല്ലാവർക്കും നെഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് വീട്ടിൽ കട്ട്ല മീൻ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കായൽ മീൻ. അപ്പോൾ ഞങ്ങളുടെ അങ്കിളും എൻ്റെ ബ്രദറും ചേർന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്താണ് മീൻ എടുത്തത് കേട്ടോ, കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത് വാഴയിലയിൽ പൊള്ളിക്കാൻ പോവുകയാണ്. അങ്ങനെ കുറേ പാടുപെട്ടാണ് ഈ കട്ട്ല മീനിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞ് ഇത്രത്തോളം ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഒരു 1.5-2 മണിക്കൂറത്തെ പണിയുണ്ടായിരുന്നു. എൻ്റെ ബ്രദറാണ് ഇത്രയും ക്ലീൻ ചെയ്ത് തന്നത്. ഇപ്പോൾ എൻ്റെ നാത്തൂനാണ്, എൻ്റെ ചേച്ചിയാണ് ഇപ്പോൾ മീനെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു രസം നടന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ ഇരുമ്പിന് വലിയ മൂർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഭയങ്കര പാടുപെട്ടുപോയി കേട്ടോ. അങ്ങനെ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഇത്ര വലിപ്പത്തിലാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ കട്ട്ല മീൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ തലയും ഞങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അങ്ങനെ ഏകദേശം 6-7 പീസാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. ഒരു 5-6 പ്രാവശ്യം നന്നായിട്ട് ഉലച്ചാണ് കഴുകിയത്. അപ്പോൾ ഇതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിക്ക് കഴുകി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു മസാല തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചുമന്നുള്ളിയും കൂടെ കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ. അളവൊന്നും പറയുന്നില്ല. ഒരു കുഞ്ഞ് കയ്യോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 7-8 കുഞ്ഞുള്ളി, അതായത് ചുമന്നുള്ളി, പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ ആ ജാറിലേക്ക് ഇടുകയാണ് കേട്ടോ. ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഒരു 6 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ അളവിൽ 6 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ എരിവിനനുസരിച്ച്. അങ്ങനെ മുളക് പൊടിയും ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നീരതിലേക്ക് ആകും വിധം നമുക്കൊന്ന് പിഴിഞ്ഞ് ചേർക്കാം. വളരെ ടേസ്റ്റിയാണ്. ഞാനിതിന് മുന്നേ കട്ട്ല മീൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് കട്ട്ല മീൻ കഴിക്കുന്നത്. അപ്പോൾ പൊള്ളിച്ചൊക്കെ കഴിച്ചപ്പോൾ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഒരു കുരു അതിലേക്ക് വീണത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നാരങ്ങയും കൂടെ അതിൽ ചേർത്തതിന് ശേഷം ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞ് ചേർക്കുകയാണ് കേട്ടോ. തക്കാളിയും ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം ഒന്ന് അരിഞ്ഞ് ചേർക്കാം. അരിഞ്ഞ് ചേർത്തതിന് ശേഷം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെയായിട്ട് മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ മീനും എടുത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഏത് മീനാണെങ്കിലും, അയല മീനാണെങ്കിലും വേറെ കരിമീനാണെങ്കിലും ഏത് മീൻ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് മസാല തയ്യാറാക്കി ഇതേപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മീനെല്ലാം ഇതേപോലെ എല്ലാം ഒരു 7 പീസ് മീനുണ്ടായിരുന്നു. എല്ലാം മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മീനും മസാലയെല്ലാം തേച്ച് സെറ്റാക്കി. ഇനി ഇത് നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ. ചീനച്ചട്ടിയിലേക്ക് എല്ലാ മീനുകളും എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് തല വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കണ്ടെത്തുകയാണ്. തല നടുക്കോട്ടായിട്ട് വെച്ചു. തലയും വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ മീനും ആ ചീനച്ചട്ടിയിലാകും വിധം വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ആ പ്ലേറ്റിൽ കുറച്ച് അരപ്പുണ്ടായിരുന്നു, അതും ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 6-7 മണിക്കൂർ വെക്കാം. അങ്ങനെ മീൻ ക്ലീനിങ്ങും മസാല പുരട്ടലും ഒക്കെ ആയി. സമയം പോയതേ അറിഞ്ഞില്ല. ഇപ്പോൾ സമയം ഒരു 1:30-1:45 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് സെറ്റാവട്ടെ. ശേഷം നമുക്ക് മീൻ
വാഴയിൽ പൊള്ളിച്ചു തുടങ്ങാം. അപ്പോൾ ദേ ഒരു 6-7 മണിക്കൂറിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തണുപ്പൊക്കെ മാറാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ദേ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്ത് വെച്ച് ദേ ഒരു നോൺ സ്റ്റിക്ക് പാന് ദേ അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനൊക്കെ ചൂടായി വന്ന ശേഷം ദേ നല്ല നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് 1, 2, 3 വീതം മീനിട്ട് കൊടുത്ത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ദേ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ആദ്യം തന്നെ ഒരു കട്ട്ല മീൻ അതിലേക്ക് വെച്ച് കൊടുത്ത് ഇതിനകത്തുള്ള സ്പേസ് അനുസരിച്ച് നമുക്ക് മീനിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ മീനും വെച്ച് കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തെ മീനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മീനൂടെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ 4 മീൻ നമുക്ക് ഒരു ട്രിപ്പിന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ തീ വളരെ കുറച്ച് മാത്രമാണ് ഇട്ടേക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റ് മീനായതുകൊണ്ട് കരിയാൻ തന്നെ ചാൻസ് ഉണ്ട്. അതും മാത്രമല്ല നമ്മൾ ഈ പൊള്ളിക്കുന്നത് കൊണ്ട് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉള്ളൊക്കെ ഒന്ന് വെന്താൽ മാത്രം മതിയാകും. അപ്പോൾ ദേ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഇതേപോലെ ഒന്ന്. ഇനി അടുത്തൊരു മീനും കൂടെ ഇങ്ങനെ തിരിച്ചിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുട്ട ഞാൻ തോരൻ വെക്കുന്ന വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ആ ഷോർട്ട് വീഡിയോ ഒന്ന് കാണണം കേട്ടോ. കട്ട്ല മീനിൻ്റെ മുട്ടയും ഈ പറഞ്ഞതുപോലെ ഭയങ്കര ടേസ്റ്റായിരുന്നു. വളരെ സോഫ്റ്റ്, എന്തോ പറയാം, നമ്മൾ സാധാരണ മറ്റ് മീനുകളുടെ മുട്ടയൊക്കെ കഴിക്കുന്നത് പോലെയല്ല, ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര പ്രത്യേക ഒരു രുചിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ മീനും ഏകദേശം ഇതേപോലെ ഒന്ന് ഒരു സൈഡ് എല്ലാം ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്ക് അടുത്ത സൈഡെല്ലാം നമ്മൾ ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഞാൻ ഒന്നും കൂടെ പറയുന്നു, കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളണേ. അപ്പോൾ ഏകദേശം ഒരു വൈകിട്ട് ഒരു 6-6:30 മണിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് മീനെല്ലാം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ലാസ്റ്റ് ബാലൻസ് മീനും 3 പീസ് മീനും ആ തലയും കൂടെ ഫ്രൈ ചെയ്യുകയാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നമ്മൾ ആ ബാലൻസ് എണ്ണയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എണ്ണ ആവശ്യമെങ്കിൽ മാത്രം ഇനി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് സവോള, ആവശ്യമായിട്ടുള്ള സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇത് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം സവോളയെല്ലാം ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊക്കെ ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ പോവുകയാണ്. പിന്നീട് ബീഫ് മസാലയാണ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തത്. ശേഷം നമ്മൾ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വാഴയിലെല്ലാം വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം തയ്യാറാക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആ വാഴയിലയിലേക്ക് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം ഒരു 2 സ്പൂൺ ഇങ്ങനെയൊന്ന് വാഴയിലയിലൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് മീൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ആദ്യം ഒരു പീസ് മീനെടുത്ത് അതിൻ്റെ മുകളിലേക്ക്, മസാലയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് കുറച്ച് മസാലയും കൂടെ അതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് വാഴയില കെട്ടാൻ പോവുകയാണ് കേട്ടോ. മൊത്തത്തിൽ 7 പീസ് മീനും ഒരു തലയുമായിരുന്നു ഉള്ളത്. അപ്പോൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വാഴവള്ളി വെച്ചിട്ട് സൈഡൊന്ന് അറ്റമൊന്ന് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്. ശേഷം ഈ ഡബിൾ സൈഡ് തവയാണിത് കേട്ടോ. പൊള്ളിക്കാൻ വേണ്ടിയിട്ട് 3 എണ്ണം വീതം ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷം ബാലൻസ് പിന്നെ മീനിൻ്റെ ബാലൻസ് അരപ്പും കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അത് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പൊള്ളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കി. ഇനി നമ്മൾ മറിച്ചിടാൻ പോവുകയാണ്. ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. എല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. എല്ലാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇനിയും ഒരു 10 മിനിറ്റ് ഒരു സൈഡും കൂടെ നമുക്ക്
ഫ്രൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇങ്ങനെ വെച്ച് കൊടുത്ത് എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഫ്രൈയിങ് പാനിലേക്ക് ഈ പൊള്ളിച്ച മീനെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെക്കേണ്ടതുണ്ട്. ശേഷം എല്ലാം സെറ്റായി നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കട്ട്ല മീൻ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത്. ചപ്പാത്തിയും ഒരു കോഴിമുട്ടയും ഒരു കുഞ്ഞൻ കാടമുട്ടയും നമ്മുടെ കട്ട്ല മീനും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് ബൈ ബൈ. എല്ലാവരും എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബൈ.